ഇത് ചിരപുരാതനമായ വൈക്കം ചെമ്മനാഗരി ആലുംതറ ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രം. ചരിത്ര സത്യങ്ങളും അനുഭവസാക്ഷ്യങ്ങളും സംഗമിക്കുന്ന, വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അഭീഷ്ടവരദായികയായ ശ്രീ ഭദ്രകാളി ദേവി കുടികൊള്ളുന്ന പുണ്യസങ്കേതം. കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രകൃതി മനോഹരമായ ചെമ്മനാഗരി എന്ന ഗ്രാമത്തിലാണ് മനോഹരമായ ഈ ക്ഷേത്രസങ്കേതം സ്ഥിതി ചെയ്യുന്നത്. 3 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം മധ്യ തിരുവിതാംകൂറിലെയും കൊടുങ്ങല്ലൂരിലെയും രാജഭരണകാലത്തോളം നീണ്ടുകിടക്കുന്നു. ആലുതറ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഏറ്റവും മഹത്വമാർന്ന ചരിത്രമുറങ്ങുന്ന ഒരു ഭൂമിയാണ്. കാരണം കൊടുങ്ങല്ലൂർ അമ്മയുടെ പൂർവമായിട്ടുള്ള ചൈതന്യം വസിക്കുന്ന ഒരു ഭൂമി ആണിത്. കാരണം പണ്ട് ഇതിൻ്റെ ചരിത്രം തന്നെ പറയുന്നത് ഗോവയിൽ നിന്ന് കൊടുങ്ങല്ലൂർ വന്ന് അഭയം പ്രാപിക്കുകയും അവിടുത്തെ രാജാക്കന്മാർ അവർക്ക് അഭയം കൊടുക്കുകയും കൊടുങ്ങല്ലൂരമ്മയെ സേവിക്കുവാനുള്ള അവസരം ഉണ്ടാകുകയും അതിലൂടെ അവർ കൊടുങ്ങല്ലൂരമ്മയുടെ ഉപാസകരും അവകാശികളുമായിട്ട് മാറുകയും പിന്നീട് വിവിധ മേഖലകളിലേക്ക് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം അവരെ അയക്കുകയും അങ്ങനെ അവർ ആ ഉപാസനാമൂർത്തിയെ ഏകദേശം ഒരു 5 തലമുറയുടെ കാലപ്പഴക്കം ഈ ക്ഷേത്രത്തിന് പറയണമെന്നാണ്. 5 തലമുറക്ക് മേളിൽ പഴക്കമുള്ള അങ്ങനെ പറയുമ്പോൾ 10-200 വർഷത്തിന് മേളിൽ പഴക്കം പറയാവുന്ന അതിപുരാതനമായ ക്ഷേത്രം തന്നെയാണ് ആലുതറ ദേവീക്ഷേത്രം. ഗോവയിൽ നിന്ന് കുടിയേറിയെത്തിയ കുടുംബി വിഭാഗക്കാരായ ജനങ്ങളുടെ ആരാധനാ കേന്ദ്രമായിരുന്നു ഇവിടം. അക്കാലത്ത് ഗോവയിൽ നടന്ന മതപരിവർത്തന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാതിരുന്ന ആളുകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ഒടുവിൽ സഖികെട്ട് ഒരു കൂട്ടം ആളുകൾ കപ്പൽ മാർഗം കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇങ്ങനെ എത്തിച്ചേർന്നവർക്ക് കൊടുങ്ങല്ലൂർ രാജാവാണ് അഭയം നൽകിയത്. കുടുംബികളെ സംബന്ധിച്ചിടത്തോളം ഗോവയിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറിയവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആരാധനാമൂർത്തിയായിട്ടുള്ള അവർ ആദ്യമായിട്ട് തുടക്കമായിട്ട് കേരളത്തിൽ വന്നപ്പോൾ അഭയം പ്രാപിച്ച കൊടുങ്ങല്ലൂരമ്മയുടെ ശ്രീ കുരുമ്പയുടെ ആശ്രിതരായിട്ടാണ് കുടുംബി സമുദായക്കാർ അറിയപ്പെടുന്നത്. കേരളത്തിലെ മിക്കവാറും ക്ഷേത്രങ്ങൾ, കുടുംബികളുടെ ക്ഷേത്രങ്ങളെല്ലാം ഭദ്രകാളിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളാണ്. ഗോവയിൽ നിന്ന് കുടിയേറിയെത്തിയവർക്ക് രാജാവ് തങ്ങളുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ ചില ജോലികൾ ഏൽപ്പിച്ചു നൽകി. പിന്നീട് കുടുംബി വിഭാഗക്കാരുടെ ഭക്തിയിൽ ആകൃഷ്ടനായ രാജാവ് ഇവർക്ക് ഒരു ദേവീ വിഗ്രഹം സമ്മാനിച്ചു. ഈ വിഗ്രഹമാണ് ചെമ്മനാഗരി ആലുംതറ ക്ഷേത്രത്തിൽ മൂലവിഗ്രഹമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ നിന്നും ചെമ്മനാഗരിയിലെത്തിയ കുടുംബി വിഭാഗക്കാർ ഇവിടെയുണ്ടായിരുന്ന പുരാതനമായ ആലിന്റെ തറയിലാണ് ദേവീ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. അങ്ങനെ ക്ഷേത്രത്തിന് ആലുംതറ ഭഗവതി ക്ഷേത്രം എന്ന പേര് വന്നു. ഒത്തിരി സവിശേഷതകൾ നിറഞ്ഞതാണ് ആലുതറ ദേവീക്ഷേത്രം. അതിപ്പോൾ ഇന്ന് ഒരു ട്രസ്റ്റാണ്, ട്രസ്റ്റിൻ്റെ കീഴിലാണ്, സംഘടനയുടെ കീഴിൽ തന്നെയുള്ള ട്രസ്റ്റായിട്ടാണ് രൂപീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ജമ്മികളും ഒക്കെ അതിനകത്ത് പങ്കെടുത്തുകൊണ്ട് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന, ആശ്രയിക്കുന്നവർക്ക് അഭയം കൊടുത്തുകൊണ്ട് അഭിഷ്ടവരദായിനിയായിട്ട് വസിക്കുന്ന ആലുതറയമ്മയാണ്. ഒത്തിരി പേർക്ക് അനുഭവങ്ങൾ ഇവിടെ ഭഗവതിയെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് അവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ മാറ്റുന്ന അനുഭവങ്ങൾ ഇഷ്ടംപോലെ നൂറുകണക്കിനുണ്ട്. അതുകൊണ്ടാണ് അഭിവൃദ്ധി, അല്ലെങ്കിൽ ഓരോ വർഷം ചെല്ലുന്തോറും അതിൻ്റെ അഭിവൃദ്ധി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഭദ്രകാളി രൂപത്തിൽ പൂജകളും മറ്റു വഴിപാടുകളും നടന്നിരുന്നുവെങ്കിലും പിന്നീട് ക്ഷേത്രം ദുർഗാദേവി ക്ഷേത്രമായി മാറി.
കാലക്രമേണ നാശോന്മുഖമായ ക്ഷേത്രവും സമീപത്തെ ഭജനപ്പുരയും പുനരുദ്ധരിക്കുന്നതിന്റെ ഭാഗമായി ക്ഷേത്രം ജന്മി വലിയ പറമ്പ് മഠം കുടുംബക്കാരണവരായ വരദരാജ പ്രഭുവിന്റെ നിർദ്ദേശപ്രകാരം ക്ഷേത്രം തന്ത്രി വടക്കൻ പറവൂർ മാക്കനായി വേണുഗോപാലൻ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നടത്തിയ ദേവപ്രശ്നത്തിലാണ് ക്ഷേത്രത്തിലുള്ളത് ഭദ്രകാളി ചൈതന്യമാണ് എന്ന് തിരിച്ചറിയുകയും ക്ഷേത്രത്തിൽ ഭദ്രകാളി സങ്കല്പത്തിൽ പൂജകൾ പുനരാരംഭിക്കുകയും ചെയ്തത്. ചെമ്മനാരി കുടുംബി സേവാ സംഘത്തിൻ്റെ ഈ ക്ഷേത്രം അതിപുരാതനമാണ്. പക്ഷേ അതിന് റെക്കോർഡിക്കലായിട്ട് എഴുതി വയ്ക്കപ്പെട്ട ഒരു ചരിത്രം ഇല്ലെങ്കിലും എൻ്റെ അറിവ് വെച്ച് ഒരു 100-150 വർഷം മുമ്പ് കുടുംബി സേവാ സംഘത്തിൻ്റെ അതിലെ അംഗങ്ങൾക്കും ജന്മിമാരായ ഞങ്ങൾക്കും ഉന്നതി വരാത്തതുകൊണ്ട് അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കടന്നപ്പോൾ ഇവിടെ ഒരു ഭജനപ്പുരയുണ്ടായിരുന്നു. ആ ഭജനപ്പുര ഒരു ക്ഷേത്രമായി മാറ്റിയാൽ മാത്രമേ ഈ പ്രദേശത്തുള്ളവർക്ക് ഉന്നതി ഉണ്ടാവുകയുള്ളൂ എന്ന് അറിഞ്ഞതിനെ തുടർന്ന് എൻ്റെ മുതുമുത്തച്ഛനായ മാധവ് പ്രഭു ഇവിടെ ഒരു ഭജനപ്പുര മാറ്റി ഒരു ക്ഷേത്രം പണിതു കൊടുത്തു. പക്ഷേ അത് അന്ന് അറിയപ്പെട്ടിരുന്നത് ദുർഗാക്ഷേത്രം എന്നായിരുന്നു. ആ ദുർഗാക്ഷേത്രം ഒരു 50 വർഷത്തിന് മുമ്പ് കുടുംബസേവാ സംഘത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം അവർക്ക് വിട്ടുകൊടുക്കുകയും ആ ക്ഷേത്രം പിന്നീട് ഒരു 20 വർഷം അല്ലെങ്കിൽ ഒരു 18 വർഷം മുമ്പ് അവരുടെ ഉന്നതി വന്നതിനെ തുടർന്ന് അവർ അത് പുനരുദ്ധരിക്കുകയും ഈ ചെമ്മനാരി നിവാസികൾക്ക് വേണ്ടി നല്ല രീതിയിൽ നടത്തുകയും ചെയ്തു. ഇവിടെ ദുർഗാപ്രതിഷ്ഠ ആയിരുന്നെങ്കിലും അത് പ്രശ്നം വെച്ചതിനെ തുടർന്ന് അത് ഭദ്രകാളിയുടെ പ്രസൻസ് ആണ് കാണുന്നതെന്നതിനെ തുടർന്ന് അവർ അത് ഭദ്രകാളി പ്രതിഷ്ഠയാക്കി മാറ്റുകയും അതിനെ തുടർന്ന് ഇപ്പോൾ അത് ആലുന്തറ ശ്രീ ഭദ്രകാളി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠയായ ഭദ്രകാളിക്ക് പുറമെ ഉപദേവതമാരായി സുബ്രഹ്മണ്യൻ, ശാസ്താവ്, വനദുർഗ, ഗണപതി, ഭുവനേശ്വരി, അന്നപൂർണേശ്വരി, ബ്രഹ്മരക്ഷസ്, അറുകുലമാടൻ, നാഗരാജാവ്, നാഗയക്ഷി, നാഗചാമുണ്ഡി, ഗുരുനാഥൻ എന്നീ ദേവീദേവന്മാരുടെയും പ്രതിഷ്ഠകളുണ്ട്. ഇവിടുത്തെ വഴിപാടുകൾ അല്ലെങ്കിൽ ആചാര അനുഷ്ഠാന രീതികൾ വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. മഞ്ഞക്കുളി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, ഉത്സവത്തിന് മുമ്പ് മഞ്ഞക്കുളി എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ദേവിയുടെ രൂപം ഈ ഒതളയുടെ കമ്പിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിലോ അടക്കാമരത്തിൻ്റെ കമ്പിലോ കെട്ടി ആലിലെയും മാവിലെയൊക്കെ വെച്ച് കെട്ടി ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് വീട് വീടാന്തരം കയറുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതിനൊക്കെ ശാസ്ത്രീയമായും ഒത്തിരി ഗുണവിശേഷങ്ങളുള്ള മഞ്ഞൾ എല്ലാ വീട്ടിൽ നിന്നും ഗുരുതി മഞ്ഞൾ തളിച്ച് ഒഴിച്ചുവിടുന്ന സമ്പ്രദായം. അപ്പം അതിലൂടെ രോഗപ്രതിരോധ ശക്തിയെ വളർത്തുവാനുള്ള അല്ലെങ്കിൽ മറ്റുള്ള രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ശാസ്ത്രയുക്തിയോടുകൂടി ചേർന്ന ആചാരങ്ങളാണ്. പിന്നെ ദേശഗുരുതി, ഉത്സവത്തിന് മുമ്പ് ദേശഗുരുതി എന്ന് പറയുന്ന ഗുരുതി സമ്പ്രദായമുണ്ട്. അതും മഞ്ഞളും ചുണ്ണാമ്പും ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഗുരുതി ഉണ്ടാക്കി ഈ ദേശത്തിൻ്റെ 4 ദിക്കിലുമായിട്ട് നടത്തുന്ന ഗുരുതിയാണ്. എല്ലാ മലയാള മാസവും 1-ാം തീയതിയും മണ്ഡലമാസത്തിലും നവരാത്രി ഉത്സവ ദിനങ്ങളിലുമാണ് ക്ഷേത്രത്തിൽ പൂജകൾ നടക്കുക. 1-ാം തീയതികളിൽ രാവിലെ 5:30 നട തുറന്ന് ദേവിക്ക് മലർനിവേദ്യം അർപ്പിക്കുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. തുടർന്ന് ഉഷപൂജ, ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഭദ്രകാളിയമ്മയ്ക്ക് നെയ്വിളക്ക് പൂജ, തുടർന്ന് അന്നദാനം എന്നീ ചടങ്ങുകളും നടക്കും. നട എല്ലാ മലയാള മാസം 1-ാം തീയതി 5:30 നട രാവിലെ 6:30 ഗണപതി ഹോമം, 9 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, തുടർന്ന് ഭദ്രകാളിയമ്മയ്ക്ക് നെയ്വിളക്ക് പൂജ, അന്നദാനം, വൈകിട്ട് 5:30 നട 6:30 ദീപാരാധന, ദീപക്കാഴ്ച, തുടർന്ന് 7:30 അത്താഴപൂജ, നടയടപ്പ്. കുംഭമാസത്തിൽ ശിവരാത്രിക്ക് മുമ്പ് ദേശക്കുരുതി, ഈ നാടിൻ്റെ ഐശ്വര്യത്തിനും നാടിൻ്റെ ഇതിനുള്ള ഇതും കൂടിയാണ് ദേശക്കുരുതി നടത്തുന്നത്. അത് കഴിഞ്ഞ് മഞ്ഞോണം, മാർച്ച് മാസത്തിൽ മഞ്ഞോണം കൊണ്ടാടിയാണ്. വൈകിട്ട് 5:30 ദീപാരാധനയ്ക്കായി ക്ഷേത്ര നട തുറക്കുക. 6:30 നടക്കുന്ന ദീപാരാധനയ്ക്ക് ശേഷം 7:30 അത്താഴപൂജ പൂർത്തിയാക്കി നടയടയ്ക്കും. ആലുംതറ ക്ഷേത്രത്തിൽ വൈക്കത്തപ്പന്റെയും പാർവതീദേവിയുടെയും സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം. ഇതിനു പുറമെ മണ്ഡല മഹോത്സവം വൃശ്ചികം 1 മുതൽ ആരംഭിച്ച് 41 ദിവസം പ്രത്യേക പൂജകളും നടക്കും. മണ്ഡല ഉത്സവകാലത്ത് ശാസ്താവിഗ്രഹത്തിൽ കളപ്പച്ചാർ തണിയിക്കുന്നതാണ് പ്രധാന ചടങ്ങ്. ഭദ്രകാളി ദേവിക്ക് പുഷ്പാലങ്കാരം,
പ്രത്യേക നേദ്യങ്ങൾ, സർപ്പദൈവങ്ങൾക്ക് തളിച്ചുകുടയും സർപ്പം പാട്ടും, വനദുർഗയ്ക്ക് പ്രത്യേക പൂജകൾ എന്നിവയും ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന ചടങ്ങുകളാണ്. ഡിസംബർ മാസം 25-ാം തീയതി തൈക്കാട്ടുശ്ശേരി ഭഗവതി സന്നിധിയിലേക്ക് നടക്കുന്ന താലപ്പൊലി ഘോഷയാത്ര ഏറെ പ്രത്യേകതകൾ ഉള്ളതാണ്. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആലുംതറ ക്ഷേത്രത്തിൽ നിന്ന് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന തൈക്കാട്ടുശ്ശേരി ക്ഷേത്രത്തിലേക്ക് ബോട്ട് മാർഗം കായൽ കടന്നാണ് താലപ്പൊലി എത്തുക. ശിവരാത്രിക്ക് മുൻപായി നടക്കുന്ന ദേശഗുരുതിയാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ചടങ്ങ്. ദേശഗുരുതി ചടങ്ങുകൾ നടത്തുന്നതിലൂടെ നാടിന്റെ ഐശ്വര്യത്തിനും രോഗനിവാരണത്തിനും വസൂരി രോഗം വരാതിരിക്കുന്നതിനും കാരണമാകുന്നതായാണ് വിശ്വാസം. ഇതുകൂടാതെ ദേശത്തിന്റെ ഐശ്വര്യത്തിനായി മീനമാസത്തിൽ നടത്തുന്ന മഞ്ഞൾ നീരാട്ടും ഏറെ വിശേഷമായ ചടങ്ങാണ്. വൈക്കത്തപ്പന് വിളക്ക്, കരിങ്കാളിയമ്മയ്ക്കും കാളിയമ്മയ്ക്കും ഗുരുതി എന്നിവയും ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളിൽപ്പെടുന്നു. ആലുംതറ ഭദ്രകാളി ക്ഷേത്രം നമുക്ക് ഈ ചെമ്മനാട് ദേശത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണ്. നമുക്ക് അക്കരെയുള്ള തൈക്കാട്ടുശ്ശേരി ഭദ്രകാളി ക്ഷേത്രം കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള പ്രതിഷ്ഠയാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം വൈക്കത്ത് ക്ഷേത്രമായിട്ടും വൈക്കത്തമ്പലമായിട്ടും കൊടുങ്ങല്ലൂർ, പനങ്ങാവ് അങ്ങനെയുള്ള എല്ലാ ക്ഷേത്രവുമായിട്ടുള്ള നല്ല ഒരു 100-300 വർഷത്തെ പഴക്കം ഉള്ള ഒരു ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് നമ്മുടേത്. മുൻപ് പനങ്കാവ് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി നടത്തിയിരുന്ന പറയെടുപ്പ് എഴുന്നള്ളത്തിനിടെ പനങ്കാവിലമ്മയുടെ തിടമ്പ് ആലുംതറ ക്ഷേത്രത്തിൽ ഇറക്കിപ്പൂജ നടത്തിയിരുന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അഷ്ടമി നാളിൽ ആലുംതറ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിന്റെ പേരിൽ വൈക്കം ക്ഷേത്രത്തിൽ ജലധാര വഴിപാട് നടത്തുകയും എണ്ണ, കൂവളമാല എന്നിവ സമർപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഉദയനാപുരം ക്ഷേത്രത്തിന് സമീപത്തെ ചാത്തക്കുടി ക്ഷേത്രത്തിലെ യക്ഷിയമ്മയുടെ സാന്നിധ്യം ചെമ്മനാഗരി ആലുംതറ ഭഗവതി ക്ഷേത്രത്തിൽ ഉണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ ഉത്സവ നാളുകളിൽ 3 ദിവസവും യക്ഷിയമ്മയുടെ പ്രീതിക്കായി പൂവൻപഴം നേദ്യവും വിളക്കുവയ്പും ക്ഷേത്രത്തിൽ നടക്കാറുണ്ട്. ധനധാന്യ സമൃദ്ധിക്കും കുടുംബൈശ്വര്യത്തിനുമായി നെല്ല്, മഞ്ഞൾ എന്നിവ കൊണ്ട് നടത്തുന്ന നിറപറയാണ് ആലുംതറ ദേവിയുടെ ഇഷ്ടവഴിപാടുകളിലൊന്ന്. വിവാഹം താമസിച്ചു പോയവർക്കും കുട്ടികൾ ഇല്ലാത്തവർക്കും ദേവിയുടെ തിരുനടയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ മംഗല്യഭാഗ്യവും സന്താന സൗഭാഗ്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. മേടമാസത്തിലെ മകയിരം നാളിലാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിക്കുന്നത്. ആലുംതറ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് നടത്തുന്ന ഭദ്രകാളി ദേവിയുടെ താലിയെഴുന്നള്ളിപ്പ് കേരളത്തിൽ അധികം ക്ഷേത്രങ്ങളിൽ കണ്ടുവരാത്ത ചടങ്ങാണ്. പ്രതിഷ്ഠാദിന ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രധാന ചടങ്ങുകളിലൊന്നാണ് ഭദ്രകാളി ദേവിയുടെ 16 കൈകളുള്ള കളം വരച്ച് നടത്തുന്ന കളമെഴുത്തും പാട്ടും. കളമെഴുത്തു ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിലേക്ക് കുംഭകുടം, പാൽക്കാവടി എഴുന്നള്ളത്തുകളും ദേശതാലപ്പൊലിയും ഉണ്ടാകും. കൊമ്പ്, കുഴൽ, ചെണ്ടമേളം തുടങ്ങിയ വാദ്യങ്ങളുടെ അകമ്പടിയോടെയാണ് ദേശതാലപ്പൊലി നടത്തിവരാറുള്ളത്. ഉത്സവ ദിനങ്ങളിൽ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ആളുകൾക്കും അന്നദാനവും നടത്താറുണ്ട്. പ്രധാന ഉത്സവ ദിനമായ മകയിരം നാളിൽ ആറാട്ടിന് ശേഷം നടക്കുന്ന വലിയ ഗുരുതിയോടെ ക്ഷേത്രം നടയടയ്ക്കും. നട അടയ്ക്കുന്നതോടെ ദേവി തന്റെ മൂലസ്ഥാനമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുമെന്നും 7-ാം ദിവസം മടങ്ങിയെത്തുമെന്നുമാണ് വിശ്വാസം. ഇതിന്റെ അടിസ്ഥാനത്തിൽ 7 ദിവസം അടഞ്ഞുകിടക്കുന്ന ക്ഷേത്രനട തുറന്ന് 7-ാം ദിനം പ്രത്യേക പൂജകളും പൊങ്കാലയും നടത്തിവരുന്നു. ക്ഷേത്രം മേൽശാന്തി കണ്ണൻ ശാന്തികൾ, ക്ഷേത്രം ശാന്തി അഭിശാന്തികൾ, വെളിച്ചപ്പാട് രാധാകൃഷ്ണൻ, രാഹുൽ ഭവനം എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലെ പൂജകളും മറ്റ് ചടങ്ങുകളും നടക്കുന്നത്. ദേവസ്വം കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് ബിപിൻദാസ് വിനീത ഭവനം, വൈസ് പ്രസിഡന്റ് അജിത് പുത്തൻതറ, സെക്രട്ടറി മോഹനൻ തെക്കേ കൈതത്തറ, ജോയിന്റ് സെക്രട്ടറി വിനോദ് കുമാർ താമരക്കാട്, ഖജാൻജി അനീഷ് കിഴക്കേ ഒതളത്തറ എന്നിവർ ക്ഷേത്രത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനായി നടത്തിയ ദേവപ്രശ്ന വിധി പ്രകാരമാണ് 2 വർഷം മുൻപ് ക്ഷേത്രത്തിൽ കളമെഴുത്തും പാട്ടും ആരംഭിച്ചത്. പണ്ട് പാട്ടും കാര്യങ്ങളും കളയെഴുത്തും പാട്ടും കാര്യങ്ങളൊക്കെ പൂർവ്വമായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്. അത് അഷ്ടമംഗല്യ ദേവപ്രശ്നപ്രകാരം അതിൻ്റെ പരിഹാരാർത്ഥം ചിന്തിച്ചതിൽ ദേവിക്ക് കളയെഴുത്തും പാട്ടും വളരെ പ്രിയമാണെന്നും അങ്ങനെയാണ് കളയെഴുത്തും പാട്ട് കഴിഞ്ഞ വർഷം മുതലാണ് ഇവിടെ പുനരാരംഭിച്ചത്. ഇതോടൊപ്പം കാളീദേവിയുടെ പ്രധാന ഭക്തരായ കുടുംബി സമുദായത്തിന്റെ മൂലഭാഷയായ കൊങ്ങിണി ഭാഷയിലുള്ള ദേവീസ്തുതികൾ ആലപിക്കണമെന്നും ദേവപ്രശ്നത്തിൽ കണ്ടിരുന്നു. ഇതേ തുടർന്ന് ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി കളമെഴുത്തിനു മുന്നോടിയായി കൊങ്ങിണി ഭാഷയിൽ ദേവീകീർത്തനങ്ങൾ ആലപിക്കുന്ന ചടങ്ങും ക്ഷേത്രത്തിൽ നടന്നുവരുന്നുണ്ട്. Maya, Sarva Gadi
കൊച്ചിയിൽ നിന്നുള്ള കുടുംബി സമുദായ അംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള കലാസമിതിയാണ് ഇത്തവണ ക്ഷേത്രത്തിൽ കൊങ്ങിണി കീർത്തനങ്ങൾ അവതരിപ്പിച്ചത്. ഇവിടെ ഈ ആലുന്തറ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് കുടുംബി ഭാഷയിൽ അല്ലെങ്കിൽ കൊങ്ങിണി ഭാഷയിൽ ദേവിക്ക് ആലാപനം പാട്ടുകൾ കേൾക്കണം എന്നുള്ള ആഗ്രഹം ആ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു വന്നതിനെ തുടർന്ന് ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ശ്രീ കണ്ണൻ അവർകൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള താല്പര്യം ഈ വിഷയത്തിലുണ്ടായി. അദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ കാര്യകർത്താക്കളോട് ഭരണസമിതി അംഗങ്ങളോട് വളരെ നിർബന്ധമായിട്ട് കർക്കശമായിട്ട് ദേവിക്ക് ഇത്തരത്തിലുള്ള കൊങ്ങിണി ഭാഷയിലുള്ള ആലാപനം ഉണ്ടാവണം എന്ന് പറയുകയും അതിനെ തുടർന്ന് ഞങ്ങളെ സമീപിക്കുകയും ഞങ്ങളിവിടെ ഒരിക്കലും ക്ഷേത്ര ദർശനത്തിന് വേണ്ടി അമ്മയെ കാണുന്നതിന് വേണ്ടി ഇവിടെ വന്നപ്പോൾ കുളുമ്പ്യാം രാമായണം എന്ന് പറയുന്ന കൃതി എഴുതിയ ശ്രീമതി PS മായ എൻ്റെ സമീപത്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ പ്രചരണാർത്ഥം കുളുമ്പ്യാം രാമായണത്തിൻ്റെ പ്രചരണാർത്ഥം ഇവിടെ വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം അവർ പറയുന്നത്. അതിനെ തുടർന്ന് കഴിഞ്ഞ 6 മാസമായി ഈ ഭഗവതി പാട്ട് അതുപോലെ ഭഗവതിയുടെ കീർത്തനങ്ങൾ ഭാഷയിലാക്കുവാനുള്ള പരിശ്രമത്തിലായിരുന്നു ശ്രീ PS മായ. സാധാരണയായി ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടന്നുവരുന്ന പ്രധാന ചടങ്ങുകളിലൊന്നാണ് കളമെഴുത്തും പാട്ടും. പഞ്ചവർണ്ണപ്പൊടികൾ കൊണ്ട് ദേവിയുടെ ചിത്രം വരച്ച് പ്രത്യേക പൂജകൾ നടത്തുകയും ദേവീസ്തുതികൾ ആലപിക്കുകയും ചെയ്യുന്നതാണ് കളമെഴുത്തും പാട്ടും. സാധാരണയായി 4, 8, 16 എന്നിങ്ങനെ കൈകളോടുകൂടിയ ദേവിയുടെ ചിത്രമാണ് കളമെഴുതുക. ഇതിനായി അരിപ്പൊടി, കരിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉണങ്ങിയ വാകയിലയുടെ പൊടി എന്നിവയും ചുവന്ന നിറം ലഭിക്കുന്നതിനായി മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ചേർന്ന മിശ്രിതവും ഉപയോഗിക്കുന്നു. വ്രതനിഷ്ഠയോടെ കളമെഴുത്ത് കലാകാരനും സംഘാംഗങ്ങളും ചേർന്നാണ് കളമെഴുതുക. അപ്പോൾ എന്താണ് ഈ കളയെഴുത്തും പാട്ടും എന്ന് അറിയുമ്പോഴാണ് അതിൻ്റെ മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവിക്ക് 4 കൈകളോടുകൂടി, 8 കൈകളോടുകൂടി, 12 കൈകളോടുകൂടി, 16 കൈകളോടുകൂടിയൊക്കെയാണ് ദേവിയെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് 16 കൈകളോട് കൂടിയിട്ടുള്ള ദേവിയുടെ രൂപം വരച്ച് ആ കളത്തിൽ ദേവിയെ കുടികൊള്ളിച്ച് ദേവിയെ അകത്തുനിന്ന് ശ്രീലകത്തുനിന്ന് എഴുന്നള്ളിച്ച് മൂലവിഗ്രഹത്തിലേക്ക് എഴുന്നള്ളിച്ച് അത് കളത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവിടെ പൂജിച്ച് ദേവിയുടെ സ്തുതികളെ ദേവിയുടെ ഇതൊക്കെ ചൊല്ലിക്കൊണ്ടുള്ള പ്രാർത്ഥനകളും കീർത്തനങ്ങളുമാണ് കളയെഴുത്തും പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കളയെഴുത്തും പാട്ടത്തിൻ്റെ ഒരു ചരിതം തന്നെ പറയുന്നത് ദാരികനെ കൊന്ന് അതിക്രൂര രൂപത്തിലുള്ള ഭാവത്തിൽ ദേവി ദാരികനെ കൊന്നതിന് ശേഷം ദേവി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവിയുടെ രൂപത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ദേവിക്ക് തന്നെ ആ രൂപം കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവുകയും അങ്ങനെ പരമേശ്വര ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ആ കളം വരച്ച് കാണിച്ചു കൊടുത്ത് അപ്പോൾ അങ്ങനെ
കളം വരച്ച് ദേവിയെ സ്തുതിച്ചുകൊണ്ട് പാടിയപ്പോൾ ദേവി അന്ന് വരം കൊടുത്തു എന്നാണ്, കാളി വരം കൊടുത്തു എന്നാണ് പറയുന്നത്. കാരണം ആരാണോ എൻ്റെ ഈ രൂപം വരച്ച് അവരുടെ ദുഃഖദുരിതങ്ങൾ പ്രാർത്ഥനയോടുകൂടി സമർപ്പിച്ച് നടത്തുന്നത് അവർക്കെല്ലാം അഭിഷ്ടവരദായിനിയായിട്ടുള്ള എൻ്റെ അനുഗ്രഹം ഉണ്ടാവും എന്ന് ദേവിയുടെ വരമുണ്ടെന്നാണ് പറയുന്നത്. ഭദ്രകാളി ദേവിയുടെ അവതാര കഥയുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രങ്ങളിൽ കളമെഴുത്തും പാട്ടും നടക്കുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം ആദിപരാശക്തിയായ കാളി വീര്യത്തിന്റെയും കരുണയുടെയും മാതൃത്വത്തിന്റെയും ദൈവമായാണ് അറിയപ്പെടുന്നത്. ആദിമകാലങ്ങളിൽ ദ്രാവിഡ ഗോത്രങ്ങളുടെയും പിന്നീട് ശാക്തേയരുടെയും കാലക്രമേണ ഹൈന്ദവരുടെയും ആരാധനാമൂർത്തിയായി തീർന്ന ഭഗവതിയാണ് ഭദ്രകാളി അഥവാ മഹാകാളി. തന്ത്രശാസ്ത്രം അഭ്യസിച്ചവർക്ക് ദേവിയെ വിധിപ്രകാരം ഉപാസിക്കാം. എന്നാൽ ഭദ്രകാളിയുടെ പൂജയിലും ഉപാസനയിലും പ്രത്യേക നിയമങ്ങൾ ഒന്നുമില്ല. ഭദ്രകാളിയെ ആരാധിക്കുന്നതിന് പ്രത്യേക നിഷ്ഠയോ നിവേദ്യമോ ഇല്ലെന്നാണ് സങ്കല്പം. വിശ്വാസികളായ ആർക്കും ആരാധിക്കാം. ഭക്തർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നിവേദ്യമായി സമർപ്പിക്കാം എന്നാണ് വിശ്വാസം. ഇന്നത്തെ കാലഘട്ടത്തിലെ പൂർവാചാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് താന്ത്രികമായിട്ട് മാത്രം കേന്ദ്രീകരിക്കുന്ന, അല്ലെങ്കിൽ ഗൗളാചാരം എന്നാണ് പറയുക. ആചാരങ്ങൾ പല വിധത്തിലുണ്ടെങ്കിലും ഗൗളാചാരത്തിനാണ് വളരെ പ്രാധാന്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഗൗളാചാരം എന്ന് പറയുന്നത് മനസ്സാൽ സമർപ്പിതം ആയിട്ടുള്ളതാണ്. അതിനാണ് ഈ ദാഹം മെയ്, ഗുരുതർപ്പണം, അല്ലെങ്കിൽ പൂജ അറിയാൻ മേലാത്തവർക്കും ചെയ്യുന്ന സമ്പ്രദായത്തിൽപ്പെട്ടിട്ടുള്ള ഗൗളാചാരത്തിൽപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഗൗളാചാരപ്രിയയാണ് ദേവിയായിട്ടുള്ള സങ്കല്പം. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഭാവങ്ങളെയും പ്രകൃതിയെ സംബന്ധിച്ചുകൊണ്ട്, അതായത് കാവ് സമ്പ്രദായത്തിൽ ഏറ്റവും കൂടുതൽ കുടികൊള്ളുന്നത് ഭദ്രകാളിയാണ്. പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനം മഹാശക്തിയുടെ പ്രതീകമായ സ്ത്രീയാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ശാക്തേയർ ജഗദീശ്വരിയായ ആദിപരാശക്തിയായി കാളിയെ ആരാധിച്ചു തുടങ്ങിയത്. ആദ്യകാലങ്ങളിൽ ഗോത്രജനത കാളിയെ പ്രകൃതിയായി, ഉർവരതയായി, മണ്ണിന്റെ ബലഭൂയിഷ്ഠതയായി, കാർഷിക സമൃദ്ധിക്കായി, യുദ്ധവിജയത്തിനായി, അങ്ങനെ പല കാര്യങ്ങൾക്കായി ആരാധിച്ചിരുന്നു. മഹാകാളി പാർവതീദേവിയുടെ കറുത്ത രൂപമാണ് എന്നാണ് ശൈവവിശ്വാസം. ദേവി ഭാഗവതത്തിൽ സർവേശ്വരിയായ ആദിപരാശക്തി അഥവാ ഭുവനേശ്വരിയുടെ 3 പ്രധാന ഭാവങ്ങളിൽ ഒന്നാണ് മഹാകാളി. മഹാലക്ഷ്മിയും മഹാസരസ്വതിയുമാണ് മറ്റു 2 ഭാവങ്ങൾ. കലിയുഗത്തിൽ രക്ഷ നൽകുന്നവളും വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നവളുമാണ് ഭഗവതിയെന്ന് പറയപ്പെടുന്നു. പൗർണമി ദിവസം ദുർഗാദേവിയായും അമാവാസി രാത്രി കാളീദേവിയായുമാണ് ഭഗവതിയെ സങ്കല്പിക്കുന്നത്. ശിവപുരാണ പ്രകാരം ശിവന്റെ മഹാകാലൻ എന്ന അവതാരത്തിന്റെ ശക്തിയാണ് മഹാകാളി. ശക്തി പകർന്നു നൽകുന്ന ഭഗവതി സങ്കല്പമാണിത്. കാളിയുടെ സൗമ്യവും സുന്ദരവുമായ രൂപം സുമുഖി കാളി എന്നറിയപ്പെടുന്നു. സമ്പത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഭഗവതിയാണിത്. ഇങ്ങനെ കാളീദേവിയുടെ അവതാരവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിശ്വാസങ്ങൾ നിലവിലുണ്ടെങ്കിലും മാർക്കണ്ഡേയ പുരാണത്തിലെ ദാരിക നിഗ്രഹം ചെയ്യുന്നതിനായി ശിവന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും അവതരിച്ച പുത്രി എന്ന സങ്കല്പത്തിലാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പൊതുവെ ഭദ്രകാളിയെ ആരാധിക്കുന്നത്. ആ ഐതിഹ്യം ഇങ്ങനെ: ബ്രഹ്മാവിനെ തപസ് ചെയ്ത ദാരികൻ ഒരു സ്ത്രീയുടെ കൈകളാൽ മാത്രമേ മരണം സംഭവിക്കാവൂ എന്ന വരം നേടി. ഒപ്പം 10,000 ആനകളുടെ ശക്തിയും യുദ്ധക്കളത്തിൽ ഇറ്റുവീഴുന്ന ഓരോ തുള്ളിച്ചോരയിൽ നിന്നും തന്നെ പോലെ ആയിരക്കണക്കിന് ദാരികന്മാർ ഉണ്ടാകണമെന്നും വരം നേടിയ ദാരികൻ ബ്രഹ്മമന്ത്രവും ബ്രഹ്മാവിൽ നിന്ന് സ്വന്തമാക്കി. വരം നേടി സർവശക്തനായ ദാരികൻ ത്രിലോകങ്ങളും കീഴടക്കി സ്വർഗലോകവും പിടിച്ചെടുത്തു. ദാരികന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. വിഷ്ണുവിന്റെ ഉപദേശപ്രകാരം എല്ലാവരും മഹാദേവനെ കണ്ട് സങ്കടം പറഞ്ഞു. ശിവന്റെ നിർദ്ദേശപ്രകാരം ദേവന്മാരുടെ ശക്തികളായ ബ്രാഹ്മി, മഹേശ്വരി, വൈഷ്ണവി, വരാഹി, കൗമാരി, ഇന്ദ്രാണി തുടങ്ങിയ 6 ദേവിമാർ ദാരികനോട് ഏറ്റുമുട്ടിയെങ്കിലും പരാജയപ്പെട്ടു. ദാരികന് നേർമാർഗം ഉപദേശിക്കാൻ ശിവൻ നാരദനെ അയച്ചെങ്കിലും ദാരികൻ ദൂതനെ വധിക്കാൻ ശ്രമിക്കുന്നു. ഇതിൽ കോപിഷ്ഠനായ മഹാദേവന്റെ നേത്രാഗ്നിയിൽ നിന്നും വേതാളകണ്ഠസ്ഥിതയായ ശ്രീ ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു. ഭദ്രകാളി ദാരികവീരനെ പോരിന് വിളിക്കുകയും തുടർന്ന് നടന്ന ഘോരയുദ്ധത്തിൽ വധിക്കുകയും ചെയ്തു. ദാരികന്റെ ഒരു തുള്ളി രക്തം പോലും നിലത്തു വീഴാതെ കാളീവാഹനമായ വേതാളം പാനം ചെയ്തു. തുടർന്ന് ദാരിക ശിരസ്സും കയ്യിലേന്തി ഭഗവതി കൈലാസത്തിലേക്ക് തിരിച്ചു. ദാരികനെ വധിച്ചുവെങ്കിലും കലിയടങ്ങാതെ കോപിഷ്ഠയായി വരുന്ന ദേവിയെ അനുനയിപ്പിക്കാൻ ഒടുവിൽ പിതാവായ പരമശിവൻ കാളിയുടെ മാർഗമധ്യേ കിടന്നു. പിതാവിന്റെ നെഞ്ചിൽ ചവിട്ടാനാഞ്ഞ ദേവി പെട്ടെന്ന് തന്നെ കാൽ പിൻവലിക്കുകയും കോപമടങ്ങി ശാന്തയാവുകയും ചെയ്തു. പിന്നീട് തന്റെ രൂപത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ദേവിക്ക് തന്റെ രൂപം കാണണമെന്ന ആഗ്രഹമുണ്ടാവുകയും പരമശിവന്റെ നിർദ്ദേശപ്രകാരം ദേവന്മാർ ദേവിയുടെ ചിത്രം വരയ്ക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. വർണ്ണപ്പൊടികളാൽ വരച്ച തന്റെ രൂപം കണ്ട് സംപ്രീതയായ ദേവി തന്റെ രൂപം കളമെഴുതി പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് സർവ്വമംഗളങ്ങളും നൽകി അനുഗ്രഹിക്കുമെന്നും അരുൾ ചെയ്തു.
കാളീക്ഷേത്രങ്ങളിൽ ദാരിക നിഗ്രഹം കഴിഞ്ഞെത്തുന്ന ദേവിയെ എതിരേൽക്കുന്നു എന്ന സങ്കല്പത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം കളത്തിലേക്ക് എഴുന്നള്ളിക്കുന്നതോടെയാണ് കളമെഴുത്തും പാട്ടും ചടങ്ങുകൾ ആരംഭിക്കുക. ദേവിയെ കളത്തിലേക്ക് എഴുന്നള്ളിച്ച ശേഷം പുരോഹിതന്മാർ പ്രത്യേക പൂജകൾ നടത്തുന്നു. പൂജകൾ പൂർത്തിയായ ശേഷം ഭക്തർ ദേവീസ്തുതികൾ പാടി ദേവിയെ പ്രസാദിപ്പിക്കുന്നു. श्री मगा भद्रकाली
സംപ്രീതയായ ദേവി ശ്രീലകത്തേക്ക് മടങ്ങുന്നതോടെ കളം മായ്ക്കുകയും കളം വരയ്ക്കാൻ ഉപയോഗിച്ച പഞ്ചവർണ്ണപ്പൊടി ഭക്തർക്ക് പ്രസാദമായി നൽകുകയും ചെയ്യുന്നതോടെ കളമെഴുത്ത് ചടങ്ങുകൾ പൂർത്തിയാകും. ദേവിയുടെ കളം വരയ്ക്കാൻ ഉപയോഗിച്ച പഞ്ചവർണ്ണപ്പൊടി വീടുകളിൽ സൂക്ഷിക്കുന്നതും തിലകമായി നെറ്റിയിൽ അണിയുന്നതും ഐശ്വര്യദായകമാണെന്നാണ് വിശ്വാസം.